ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ്. അതായത് ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ മുഖത്തോട്ട് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. എൻ്റെ മുഖത്ത് എന്താണെന്നറിയില്ല, ഇന്നൊരു കുരു വന്നേക്കണം. അപ്പോൾ അത് ഞാനതെന്ത് ചെയ്യും, അതിങ്ങനെയാണെങ്കിൽ ഒരു പാട് വീഴും എന്നുള്ള ടൈപ്പ് ഒരു കുരു എന്ന് വെച്ചാൽ കുരു പൊട്ടിയിട്ടുണ്ട്. എന്നാലും ഇതെപ്പോൾ വന്നതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ നോക്കി നിന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ എന്തായാലും പല്ലൊക്കെ തേച്ച് കുറച്ച് വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവണതുകൊണ്ട് തന്നെ ഇത് വാപ്പച്ചിക്ക് കൊണ്ടുപോകാൻ വെച്ച വെള്ളമായിരുന്നു. അപ്പോൾ വാപ്പ ഇത് കൊണ്ടുപോകാൻ മറന്നുകൊണ്ട് ഞാനത് എടുത്ത് കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും മുഖം നന്നായിട്ട് ഇങ്ങനെ ഒരു പഫിനെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാവരും ട്രൈ ചെയ്യണ പോലെ കുറച്ച് ഐസ് വാട്ടറിൽ ഇങ്ങനെ മുഖം മുക്കിയെടുത്ത് നോക്കാം, കുറച്ച് റിഫ്രഷ്മെൻ്റ് ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് മുക്കിയതാണ്. അപ്പോൾ കുറച്ച് ഐസ് എടുത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി മുഖത്തങ്ങ് പിടിച്ചു. നല്ല രസമുണ്ട്, നമുക്ക് നല്ല ഒരു ഉണർവൊക്കെ കിട്ടത്തില്ല. എനിക്ക് അതിനെ കുറച്ച് നേരം ഉറങ്ങിക്കാൻ ഒരു മന്നിപ്പ് പതിവാണ്. എഴുന്നേറ്റ് തന്നെ കുറച്ച് ഇങ്ങനെ മന്നിപ്പായിട്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. അപ്പോൾ അതിൽ നിന്നൊക്കെ നന്നായിട്ട് റിഫ്രഷ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഇതൊക്കെ ചെയ്യണമെങ്കിലും മുഖത്ത് അതിൻ്റേതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ കാണും എന്നാണ് പറയുന്നത്. എന്തോ ഞാനത് അങ്ങനെ ചെയ്യലില്ല, എന്നാലും ഇന്ന് ഭയങ്കരമായിട്ട് മുഖം വീർത്തിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടന്നു. അപ്പം നല്ല പുട്ടും കടലയും അതുപോലെ തന്നെ നല്ലൊരു കട്ടൻ ചായയും മഴയും സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇത്താത്ത ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവളുടെ മക്കളും ഉണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് വയ്യാത്തതുകൊണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ ഇടയ്ക്കുള്ളതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് റഷായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ടൂ വീലറിന് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മഴ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ കൊച്ചായിട്ട് പിന്നെ വാപ്പിച്ച് വന്നു. അപ്പോൾ വാപ്പിച്ചിനൊപ്പം കൊച്ചായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് കൂടുതൽ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോകണം. ഇവിടുത്തെ മരുന്നും കൊണ്ട് ഏകദേശം നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറാറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ OP ടിക്കറ്റ് എടുക്കാൻ നേരം ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേനും നല്ല അടിപൊളി മഴയാണ്. ഫുള്ളിങ്ങനെ വെള്ളം പൊന്തും എന്നുള്ള രീതിയിലൊക്കെയാണ് മഴയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനാണ് ക്യൂവിൽ നിന്ന് OP ടിക്കറ്റൊക്കെ വാങ്ങി. അപ്പോൾ മീമുനാണെങ്കിൽ ചെറിയൊരു പനിക്കോളുണ്ട്, അതുകൊണ്ട് തന്നെ മീമു കുറച്ചൊന്നിങ്ങനെ അലപ്പായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ കയറിയ ടൈമിൽ ഞാനവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുന്നു. പുള്ളിനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്നെ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് വന്ന് എൻ്റെ അടുത്തോട്ട് വന്നതാണ്. അങ്ങനെ ഞാനൊരു ഒരു ഹായ് പറയുമെന്ന് ചോദിച്ചപ്പോൾ അവൾ അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊനസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് ഭയങ്കരമായിട്ട്. ഞാൻ വിചാരിക്കില്ല നമ്മളിങ്ങനെ കാണിക്കാറായോ എന്ന്. അതൊക്കെ കഴിഞ്ഞാൽ അവരെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മരുന്ന് മേടിക്കണമെങ്കിൽ വേറൊരു സെക്ഷനിലോട്ട് പോകണം. അപ്പോൾ ഷെബു നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീമുമാണ് പിന്നെ എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോയത്. അങ്ങനെ കുറച്ച് മരുന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട്, ഷെബുവിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്നും കൂടി മേടിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ നന്നായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ നന്നായിട്ട് നിന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ ഞാൻ ഇറങ്ങി ചെന്ന് അവൾക്ക് കൊണ്ട് ഒരു വിറ്റാമിൻ E അങ്ങനെ എന്തോ ഒരു മരുന്നായിരുന്നു അത്. അപ്പോൾ അത് വാങ്ങണമായിരുന്നു. അത് വാങ്ങി തിരിച്ച് പോകുന്ന വഴിക്ക് മീമുള്ളതുകൊണ്ട് വാപ്പിച്ച് എന്തായാലും ബേക്കറി കയറും, കാരണം മീമുന് മിഠായി വേടിയിരുന്നു. അപ്പോൾ ഞാനിതുപോലെ വീട്ടിൽ ഞാനാണ് ഇവരാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മീമുനോടെ പറയത്തുള്ളൂ. അപ്പോൾ അവളാണെങ്കിൽ കറക്റ്റ് എനിക്ക് സാധനം മേടിച്ച് കൊണ്ടുത്തരും. അവളാകുമ്പോൾ മറക്കൂല എനിക്ക് മിഠായി മേടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഉള്ളിൽ കയറി. അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള രീതിയിൽ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പുറത്തും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഷെബു ഇറങ്ങിയില്ല, അവൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിള്ളേർക്കും ഞങ്ങൾക്കും കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ പപ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് പപ്സിനെ ഭയങ്കര കൊതിയായിട്ട് ഞാൻ പപ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അതിന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങൾക്ക് ബാങ്കിലും പിന്നെ മൈജിയിലും കാര്യങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി എടുത്തപ്പോൾ ഉമ്മച്ചിയൊക്കെ പറഞ്ഞു വണ്ടി എടുക്കണ്ട, ബസ്സിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ മഴയത്ത് ബസ്സിൽ കുടയും പിടിച്ച് കയറാൻ എനിക്ക് ഭയങ്കര ചടപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് മഴയത്താണെങ്കിലും കുഴപ്പമില്ല, വണ്ടിക്ക് പോകുള്ളൂ എന്നൊരു വാശിയിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. നമ്മൾ അവിടെ ചെല്ലുന്ന വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ശാന്തം ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ ഉള്ളിൽ ചെന്നു. മെയിനായിട്ട് എൻ്റെ ഒരു അക്കൗണ്ട് ഒന്ന് നോക്കണം, അത് എൻ്റെ അക്കൗണ്ട് ഹോൾഡായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശരിയാക്കണത്. പക്ഷേ എൻ്റെ ശരിയായിട്ടുണ്ടായില്ല. പിന്നെ അവൾക്കൊന്ന് പാസ്ബുക്ക് പുതിയത് ഒന്ന് പുതുക്കണമായിരുന്നു. അതുപോലെ തന്നെ അവളുടെ ATM കാർഡിനോ ഒന്ന് എന്തോ റീസെറ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് കയറിയത്. അങ്ങനെ അവളുടെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നായിരുന്നു. പക്ഷേ എൻ്റേത് ഒന്നും നടന്നില്ല. ഞാനങ്ങനെ അവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല അടിപൊളി മഴ. അങ്ങനെ കുറേ നേരം മഴ മാറാൻ വേണ്ടി അങ്ങനെ കുറേ നേരം വെറുതെ അവിടെ വന്നു. പിന്നെ നമ്മൾ റെയിൻകോട്ടൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റെയിൻകോട്ട് ഇട്ടിട്ടാണെങ്കിൽ എനിക്കൊരു മാതിരിയായിരുന്നു. ഞാനിങ്ങനെ റെയിൻകോട്ട് ഇട്ട് അങ്ങനെ വണ്ടി
ഓടിച്ചിട്ടില്ല അധികം. നമ്മൾ പിന്നെയും മഴ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ റെയിൻ കോട്ട് ഇട്ടിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. അങ്ങനെ നമുക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത്, ഇനി ബാങ്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ പെട്രോൾ പമ്പ്. അങ്ങനെ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചു. അപ്പോൾ അവളാണെങ്കിൽ ഈ ഒരു കളറും ഞാനാണെങ്കിൽ ഈ ഒരു കളർ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഷൈനിങ് ആണ്. എനിക്ക് പക്ഷേ ഇഷ്ടമായിട്ടോ ഈ റെയിൻ കോട്ട് ഇട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട്. സംഭവം മഴ പെയ്യുന്നുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിലും സംഭവം കൊള്ളാം. ഞാനവൾ ഇതുപോലെ കുറേ നാളത്തിലാണ് ഇതുപോലെ ഞങ്ങൾ രണ്ടുകൂടി തനിച്ചിങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുന്നത്. കാര്യം ഞാൻ അവിടെയും അവളുടെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോക്കൊന്നും നടക്കില്ല. പിന്നെ വല്ലപ്പോഴും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോയതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം കുറച്ച് കാര്യങ്ങൾ നടന്നു, കുറച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. കാരണം കുറച്ച് ടൈം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയോണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിന് നമ്മുടെ മൈജിയിലേക്ക് പോകണമായിരുന്നു. ഞങ്ങൾ മൈജിയെ കണ്ടുപിടിച്ച് മൈജിയിൽ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഞങ്ങൾക്കൊരു മൗസ് ശരിയാക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ അതിൻ്റെ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയായില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി എനിക്കെന്തെങ്കിലും ഞം വേണം എന്നൊക്കെ പറഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 11 മണിക്ക് ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടുപേർക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ളൊരു മോമോസ് കടയിൽ കയറിയിട്ടൊരു മോമോസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങാട് കയറി. അങ്ങനെ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ലൈം അങ്ങ് ഓർഡർ ആക്കി. കാരണം പുറത്ത് നല്ല മഴ, നല്ല തണുപ്പ്. അപ്പോൾ ലൈം കുടിക്കാൻ ഭയങ്കര ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ലൈം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ മധുരമുള്ള ലൈം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ലൈമൊക്കെ അങ്ങനെ കുടിച്ചിരിക്കാതെ പിന്നെ ഞങ്ങൾ മോമോസിന് എന്ത് വാങ്ങണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു സ്പെഷ്യൽ സാധനം കണ്ടു, ടിക്ക മോമോസ് എന്ന് പറഞ്ഞ സംഭവം കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ അത് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയൊരു സാധനം ട്രൈ ചെയ്യണ ത്വരയിൽ ഞങ്ങൾ അതങ്ങ് വാങ്ങി. അപ്പോൾ വലിയ എടുത്തു പറയാനുള്ള ടേസ്റ്റൊന്നുമില്ല, ഒരു ആവറേജ് എനിക്കത്രേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് തിന്നിരിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും പിന്നെ രാവിലെ തന്നെ മേടിച്ച് വെച്ച കിറ്റ്കാറ്റ് ഒരെണ്ണോടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതെടുത്ത് കഴിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്നും നല്ല ഉറക്കം, അവളുടെ ഉറക്കം കണ്ടപ്പോൾ എനിക്കും നല്ലൊരു ഉറക്കം വരൽ വന്നപ്പോൾ ഞാനും അവളോട് അവിടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും വാപ്പിച്ച് ഇതുപോലെ കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടിയിലാണെങ്കിൽ നിറച്ച് വെളിച്ചെണ്ണയായിരുന്നു. പക്ഷെ അതൊക്കെ ഊറ്റി പിടിഞ്ഞെടുത്ത് ലാസ്റ്റ് ഞാനത് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിച്ചതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ 5 സ്റ്റാറും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ 5 സ്റ്റാർ ഞാൻ എൻ്റെത് തിന്നിട്ടുണ്ടായില്ല. അപ്പം ഞാനും മീമും കൂടി അതും എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഇന്നും ഭയങ്കര കളിയും ചിരിയും ബഹളവും ലഹളയൊക്കെ. അപ്പോൾ എനിക്ക് ഇവളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നമ്മളൊരു മെമ്മറിക്ക് വേണ്ടി എടുത്തായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് ആഡാക്കിയെന്നുള്ളൂ. അതുപോലെ തന്നെ മീമും തൊട്ടപ്പുറത്ത് നിന്ന് ഭയങ്കര കളിയൊക്കെയാണ്. അപ്പോൾ അവളുടെ കളി കണ്ടിട്ടാണ് ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയായപ്പോൾ മീമോന് ഞാൻ ഇതുപോലെ കുറച്ച് ചോക്കോസും പാലും ഒഴിച്ച് അവൾക്ക് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും അതുപോലെ കഴിച്ച് ഞങ്ങളുടെ ഡിന്നർ അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്നൂനെ ഉറക്കി ഞാനും അങ്ങ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. Bye.